വെൽക്കം ടു ന്യൂ മലയാളം കോമഡി വീഡിയോ. എവിടെയോ അല്ലേ? തിരി അങ്ങോട്ട്. അങ്ങോട്ടാ? ആ ദാണ്ട നോക്കിയാണ്. ഒരു മരത്തിനകത്ത് ഇത്ര കാലമായിട്ട് മാപ്പ് പോകാണ്ടല്ലേ? അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഗൂഗിൾ മാപ്പ് വാങ്ങിക്കാം. ഞാൻ പിന്നെ വന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കുമോന്ന് എന്നെ പിടിച്ച് എനിക്ക് തലറങ്ങണേ. അങ്ങോട്ടല്ലായിരുന്നടി. ഈ പണ്ടാരി ഇതിന്റെ മണ്ടയിലെങ്ങനെ തന്നെ. ഗൂഗിൾ മാപ്പ് നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാലോ? ഇയാളിത് എന്തിനാ അവിടെ കിടന്ന് കറങ്ങി കളിക്കണേ? പണ്ടാരിത് എവിടെ? എനിക്ക് വയ്യ. ഹലോ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ നിന്ന് ഹലോ എന്ന് വിളിക്കുന്നു. ആ അതീ നല്ല ദൂരെ കിണച്ച് തന്ന് ഹായ് അണിക്കുന്നു. ഹലോ, ഇവിടെ ഇവിടെ ഇവിടെ. ഇവനായിരിക്കും ബ്രോക്കർ. സാർ, ഇതാണ് വീട്. കൊള്ളാല്ലേടി? കൊള്ളാം. ഈ ഫുള്ള് വീട് നമുക്കുള്ളതല്ലേ? അല്ല, ഫുള്ളിന്റെ അര നിങ്ങൾക്കുള്ളത്. മുകളിലത്തെ നിലയിൽ ഉടമസ്ഥന്റെ മോനും ഭാര്യയും താമസിക്കണം. ആഹാ, KLX-ൽ നിങ്ങൾ ഈ ഫുള്ള് വീടിന്റെ ഫോട്ടോ ആണല്ലോ ഇട്ടത്. ഞങ്ങൾ അത് കണ്ടിട്ടാണ് വന്നത്. അങ്ങനെയൊക്കെ ഇട്ടാലല്ലേ നിങ്ങളെ പോലത്തെ വിവരദോഷത്തിൽ ഒന്ന് ചാടുന്നില്ലേ? അയ്യോ, അങ്ങനല്ല. 7,000 രൂപയ്ക്ക് മൊത്തം വീടും കിട്ടുമോ സാറേ? പകുതിയല്ലേ കിട്ടൂ. ഈ മുകളിൽ താമസിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ്? അയ്യോ, തങ്കപ്പെട്ട മനുഷ്യരാണ്. ഉടമസ്ഥനാണെങ്കിൽ ഗാന്ധിജിയുടെ സ്വഭാവം, ഉടമസ്ഥയ്ക്ക് പുതിയ വീടിനോ സ്വഭാവം. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഇന്നലെ വൈകിട്ടും കൂടെ ഈ വീട്ടിന് പറന്നു പോയതേ ഉള്ളൂ. പാവം പ്രാവ് അരിയിട്ട് കൊടുത്താണല്ലോ, അതായിരിക്കും പറന്നു പോയത്. മണ്ടത്തരം പറയാനൊന്നും മിണ്ടാതിരി. പ്രാവിന് ഗോതമ്പല്ലേ കൊടുക്കണം. ഇതോ പറഞ്ഞു ഉടമസ്ഥന്റെ മോൻ. വീടൊക്കെ ഇഷ്ടമായ? ആ വീട് ഇഷ്ടായി. നിങ്ങളുടെ വണ്ടിയായിട്ട് സ്കൂട്ടർ മാത്രമല്ലേ ഉള്ളൂ? അല്ല കാറും ഉണ്ട്. ഓഹോ, ഞങ്ങൾ ഉടനെ കാറെടുക്കുന്നുണ്ട്. നിങ്ങൾ പോലത്തെ വണ്ടിയൊന്നും അല്ല, മെർച്ചൻഡീസ് ബെൻസ്. അതിന് ഞങ്ങൾ ആറായിരുന്നു ചേച്ചിക്ക് അറിയാമോ? ഏതെങ്കിലും കുറഞ്ഞ കാറായിരിക്കുമല്ലോ. അയ്യോ, ചേച്ചി മുഖം നോക്കി ഷട്ടിന്റെ കളർ വരെ പറയും. അത്രയ്ക്ക് വലിയ ത്രികാല ജ്ഞാനിയാണ്. വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉടനെ താമസമായിക്കോളൂ. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഓ പിന്നെ ഞങ്ങളുടെ വീട്ടിലൊന്നും കാണൂല. ഇടയ്ക്ക് വിസിറ്റിംഗിന് പാരീസിൽ പോകും മോന്റെ അടുത്ത്. ഇനി വീട് നോക്കേണ്ട ആളായല്ലോ. അപ്പൊ ശരി, കാണാം. ശരിയേ. ഓ, എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യരല്ലേ. നമ്മൾ എന്തോ പുണ്യം ചെയ്തുകൊണ്ടാണ് ഇവര് നമുക്ക് അയൽവാസിയായി കിട്ടിയത്. ചേട്ടാ ഇങ്ങോട്ട് വാ. ചേട്ടന് ചെവി കിട്ടൂടാൻ തോന്നട്ടെ. ഓ, തന്നെ അല്ലാതെ നിങ്ങൾ ആൾക്കാർക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാത്തന്റെ അല്ലേ. നോക്കിക്കോളി എങ്ങനെയാണ് എന്റെ കമ്മ്യൂണിക്കേഷൻ. ആ ചേച്ചി എവിടെ പോയാ? എന്താണ് ഇവരെന്തിങ്ങനെ? ഇനി നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താ? എന്താ രീതി ഒന്ന് പാടിയാ. പാതിരാവിലെ 3 മണിക്ക് മുറ്റം തൂക്കണം. ഞാൻ അന്നേ പറഞ്ഞാണ് വൃത്തിയില്ലാത്തവർക്കൊന്നും വീട് വാടകയ്ക്ക് കൊടുക്കല്ലേ. നീ ഇന്നലെ വൈകുന്നേരം അല്ലേ മുറ്റം തൂത്തിട്ട? ഓ, നട മുഴുവൻ ചവറ് തന്നെ. തൂക്കയില്ല, വാരയില്ല, നാശങ്ങൾ. ഇവിടെ ചവർ എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇനി എന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവിടെ ഒന്നും ഒരു പൊടി പോലും ഇല്ല. പിന്നെ തൂക്കണ എനിക്ക് അറിഞ്ഞൂടാ. ഓ, അവന്റെ ഒരു കോറ്. ചേച്ചി, ഞാൻ ഇന്നലെ വൈകുന്നേരം തൂത്തായിരുന്നു. നീ തൂത്തൊന്നും പറഞ്ഞോണ്ട് എനിക്ക് എന്റെ വീട് തൂത്തൂടെ? ഞാൻ ഇനിയും തൂക്കും. നിങ്ങൾക്ക് മുറ്റം വൃത്തിയാക്കാൻ വയ്യെങ്കിൽ വൃത്തിയാക്കുന്നവരെങ്കിലും വൃത്തിയാക്കാൻ വിട്ടൂടെ? പിന്നെ വൃത്തിയാക്കി. അതിനിവിടെ വൃത്തിയായല്ലേ കിടക്കണത്. മുറ്റമൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ടല്ലോ. അയ്യാ, മുറ്റത്ത് എന്തൊരു വൃത്തിയില്ല. ചവറോടെ കൊണ്ടിട്ട് ചേട്ടാ ഇന്നലെ വൈകുന്നേരം കൊണ്ട് അവളൂടെ തൂത്തിട്ടതാണ്. മുറ്റം വൃത്തിയാക്കണൊക്കെ എല്ലാ വീട്ടിലെ പെണ്ണുങ്ങളും ചെയ്യണം തന്നെ. അതിന് നിങ്ങളത് കണക്കുവരേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി, ഞാനൊരു അറിയാം നിന്റെ ചേച്ചി. എനിക്ക് നിന്റെ അത്ര പ്രായമേ ഉള്ളൂ. അതെ അതെ. എനിക്ക് അന്തസ്സായ ഒരു പേരുണ്ട്, അത് വിളിച്ചാ മതി. ഓ, എങ്കിൽ ചന്ദ്രി. ഉണ്ടോ ഒരു മനുഷ്യ? എത്ര റെസ്പെക്ട് ഇല്ലാതെ നിങ്ങൾ എന്റെ പേര് വിളിക്കുന്നത്. നിങ്ങളെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചില്ല. എനിക്ക് ലജ്ജ തോന്നുന്നു, ലജ്ജ. എന്തിത്? ഇതൊരു നടക്ക് പോണ ലക്ഷണമില്ല. ശരി, ഹൗളാൻ പിടിച്ചവളെ ഞാൻ കാണിച്ചു തരാടി. ഇങ്ങനെയാണെങ്കിൽ ഈ കളവി എന്റെ കൈയോട്ട് തന്നെ തീരും. അയ്യേ, താഴെ കിടക്കട്ടെ, പണ്ടാരങ്ങൾ പറക്കട്ടെ പഴത്തില്ല. നീ മത്തി പൊരിച്ചാ മതിയേ.
അയ്യേ പഴുത്തൊലി. എവിടെ എവിടെ വന്ന ഓ വന്നു വന്നു ദോ ചവിട്ടി തെച്ചോണ്ട് നിൽക്കണം. അകത്ത് പൂട്ടിയേക്കണം വന്നാലും കൊണ്ട് മനപ്പൂർവ്വം കൂട്ടിയാണ് ഇപ്പോഴാണ് സന്തോഷമായത്. ഇന്നത്തേക്ക് നിന്റെ വീട്ടിൽ പോവാ, നാളെ വരാം. പന്നി നിന്നെ നോക്കോടാ, ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. ഇവിടെ മുഴുവൻ വേസ്റ്റിന്റെ വൃത്തിയേടാക്കുമല്ലേ നിങ്ങള്? ഞങ്ങളല്ല നിങ്ങളെ കെട്ടിയതിന്റെ മോളിൽ നിന്ന് കവർ എടുത്തിട്ടുള്ളത്. ഓഹോ ഇതിപ്പോ ഞങ്ങള് തലയിലായ. എന്റെ ഭർത്താവാണ് ഈ വേസ്റ്റിന് ഇട്ടാൻ തെളിയിച്ച ഞാൻ തലയും മുട്ടയടിച്ച് പുളിയും കുത്തി കള്ള പുറത്തു ചന്ദ്രയുടെ വേണ്ട വന്ന് നിങ്ങളെ കെട്ടിയതിന്റെ കവർ. എന്റെ വീട്ടിൽ ഞാൻ എന്നെ കെട്ടിയോനും ഇഷ്ടമാണ് ചവറയിടോടി. നീ അറിയത് ചോദിക്കാൻ. ഓഹോ ഇപ്പൊ അങ്ങനെയായ ഫ്ലാറ്റ് മാറി, അല്ലെങ്കിൽ കഴുതപ്പുറത്ത് കയറേണ്ടി വരൂലേ. കഴുതയിൽ നടക്കണം, പിന്നെന്തിന് വേറെ കഴുതയിൽ ഇഷ്ടം പോണം. അയ്യോ പിടിച്ചില്ലതോ പോണ്. മിസ്റ്റർ, എനിക്ക് കാർ കയറ്റിയുടെ സ്ഥലമില്ല. ജംഗ്ഷനിലൊരു 10 ഏക്കർ സ്ഥലം വാങ്ങി നിന്റെ കാറ് പാർക്കാൻ. ഇയാളെന്താ ചെറുക്ക കൂടുതൽ വിളഞ്ഞ നിന്റെ പല്ല് തെറിപ്പിക്കും ഞാൻ. താനെന്തൊരു ദന്തിസ്റ്റ് ആൾക്കാരെ പല്ലെടുക്കാൻ. ചെറുക്ക നീ ആരെന്ന് എന്റെ വിചാരം? താനാരാണെന്നാണ് തന്റെ വിചാരം? ഞാൻ ആരെന്നില്ല ഇപ്പൊ കാണിച്ചേടേ. വന്ന ഇയാളെന്നെ അങ്ങ് മലത്തി കളയും. അല്ലെങ്കിൽ വേണ്ട, ഇയാൾ അകത്തോട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ട് പോകണോ? ധൈര്യം ഉണ്ടെങ്കിൽ നേരെ ഇറങ്ങി പോകണം. ഞാൻ ചട്ടിട്ട് വരാം. ചുമ്മാതല്ല ഒരു പെൺകിരണം അങ്ങ് അടിച്ചത്. ഒരു പുല്ലും വേണ്ട. എന്റെ തലമുണ്ട തല്ലിമുട്ടുകൊള്ള കള്ള കവറക്കി കാവറക്കി തന്നെ നന്ദ പഞ്ഞപ്പുഴുത്തിട്ട് പറഞ്ഞില്ലല്ലോ. തന്നെ ഞാൻ കൊല്ലൂടോ. ഇവനെ കൊല്ലും ഞാൻ. അവന്റെ സാറാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ. സാറിന്റെ നിന്നാണ് ഞങ്ങൾ ഈ വീട് വാടകയ്ക്ക് എടുത്തത്. എന്നിട്ട് സാറല്ല മുതലാളി, സാറിന്റെ മോനാണ് മുതലാളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ നടക്കണത്. സാറിന്റെ മോന്റെ പരാതി സാറിന്റെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കുറ്റക്കാരും. വണ്ടിയുടെ മഡ്കാട് കല്ല് വെച്ചറിഞ്ഞ് പൊട്ടിച്ചേക്കണം. ഞങ്ങൾ എന്തിനായിട്ട്? എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഏത് മറ്റവൻ കണ്ണന്തിരി കാണിച്ചാലും ഞാൻ സത്യത്തിന്റെ പക്ഷത്തെ നിൽക്കുള്ളൂ. പിന്നെ നിങ്ങൾ ഈ മൽക്കാട് പൊട്ടിയതിന്റെ പരിഹാരം എന്റെ കേസ്. എവന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. വെട്ടി കൊല്ലണേ പന്നിയെ. എനിക്കറിയാം മക്കളെ, വെറും കൂറ ടീമുകളാണ്. രവീന്റെ തന്തേനുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കള്ള വീട്. പിന്നെ മക്കളെ ഈ മൽക്കാട് പൊട്ടിയ കേസ് തൽക്കാലം പോലീസ് കേസ് അവർ നോക്കണം. പിന്നെ പ്രശ്ന പരിഹാരം എന്റെ കേസിലുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ അവളെ അവനെ കൊടുത്ത് പൊട്ടക്കണ്ടി തള്ളണം. അതാണ് എന്റെ ഒരു അഭിപ്രായം. മക്കളെ അമേതി പൊണ്ണുങ്കോ അത് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചോട്ടു. പിന്നെ നമുക്ക് പൊട്ടക്കണ്ടില്ല, പൊട്ടക്കുഴിയില്ല, തല്ലാല. നിങ്ങൾ രണ്ട് കൂട്ടരെയും പ്രശ്നത്തിനുള്ള പരിഹാരം ഈ കേസിലുണ്ട് കേട്ടാ. ഡോണ്ട് വറി, ഡോണ്ട് വറി. സാറേ നിങ്ങൾ ആ കവറൊന്ന് തുറക്കോ. നേരമായി കൊണ കൊണ കൊണ. അയ്യേ ഇതെന്തൊരു ഹാൻഡ് വാഷാ? ആൻവാസല്ല പശ. നിങ്ങളെ വണ്ടിയിലെ പൊട്ടിയ പീസ് ഒട്ടിക്കാൻ ഇത് വെച്ചൊക്കെ ഒട്ടിച്ചാ ഒട്ടു ഒട്ടോണോ കൊള്ളാം. എന്റെ മച്ചിന് ഒട്ടിയ അവസ്ഥ ഇപ്പൊ ഗൾഫീനായിട്ട് സാധനമാണിത്. എന്നിട്ട് ഈ സാമാനം ഇങ്ങോട്ട് തുറന്ന് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് പെരട്ടിട്ട് ഒട്ടിച്ചാണ്ടല്ല. ഇനി ഇത് അറുത്തല്ലാതെ ഈ രണ്ട് വെള്ളം തമ്മിൽ വേർപിരിക്കാനേ വെക്കൂല. ഇതിപ്പോ ഇങ്ങനെ എടുക്കൂടി ഒട്ടിപ്പിടിച്ചില്ല. പണ്ടാലും പശ ഡെപ്പിങ് കയ്യിലൊട്ടിയ സാർ ഞാൻ ഇളക്കി തരാം. എന്റെ അച്ഛന്റെ ഭാഷ ഞാൻ തന്നെ ഇളക്കോളാം. ഇതെന്തൊരു റബ്ബർ ബാൻഡാ വലിച്ചു വിടാൻ. എന്റെ കൈ ഒട്ടി. പശ അവന്റെ മൂഞ്ചി അടിച്ച് കാച്ചു കൊടുത്തു. ഇങ്ങനെ ഭ്രാന്താണ്. എന്റെ മുഖം ഞങ്ങൾ അപ്പോഴേ പറഞ്ഞ് ഇളക്കി തരാന്ന്. തൊട്ട് പോകരുത് ഞങ്ങളെ. മര്യാദക്ക് വീട്ടിൽ കിന്നാഴത്തുമ്പോലും കണ്ടോണ്ടിരുന്ന ഇന്നെ വിളിച്ചു വിട്ട് ഒട്ടിപ്പിച്ചടാ പട്ടി മോനെ. കൂനിമേ ഗുരുവായില്ല. ഞാൻ പോയി അർപ്പൊക്കെ എടുത്തോണ്ട് വരാം. നമുക്ക് വെട്ടിയെടുക്കാം. അതൊന്നും വേണ്ട, നമുക്ക് അണ്ടാവിൽ വെച്ച് ചൂടാക്കാം. അവൻ പറഞ്ഞാളി വരും. മക്കളെ മുണ്ട് മുണ്ട് മുണ്ടടാ. എന്തിനു കാണിക്കണത്? കൈവിടങ്ങോട്ട്. അയ്യേ അതെന്തൊരു കാണിക്കണം. നാണക്കേട് തന്നെ. ചേട്ടാ ഞാൻ ലോറി വിളിച്ചോണ്ടിരാം. നമുക്ക് ആശുപത്രി പോയാലോ? ഒട്ടും ചൗധര്യം വേണ്ട. എന്തൊരു വട്ടപ്പാട്ട് വിളിച്ചോ.
മക്കളെ എന്റെ മൂന്ന് കോതോടി ഒന്ന് കുറഞ്ഞു തരോടാ പോവാണേ അതും കൂടെ ഉണ്ടായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചാനലിലേക്ക് നിങ്ങൾ എനിക്ക് ചാനലിലേക്ക് പുതിയ എത്ര വേഗം സാധനങ്ങളെല്ലാം പാക്ക് ഓക്കെ ബൈ ബൈ ഈ മുഴുത്ത സൈക്കോള വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയി നമുക്ക് രക്ഷപ്പെടാം. കൊണ്ടാരങ്ങൾ വീടൊക്കെ ഇഷ്ടമായല്ലേ? ഈ മുകളിൽ താമസിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ്? അയ്യോ ഉടമസ്ഥന്റെ മകൻ മാല ആ കോമഡി വീഡിയോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ചാനലിൽ പുതിയ ആൾ എത്ര വന്നു ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ വീഡിയോൻ്റെ ലൈക്ക് ചെയ്യുക. വീഡിയോ നല്ല ഉണ്ടെങ്കിൽ ഒരു നല്ല കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ താങ്ക് യു ഗൈസ്. പിന്നെ